കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഫൈനൈറ്റ് ഫീൽഡ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. ഇവിടെ ഒരു ഓർഡർ p⁻n ഉള്ള ഫീൽഡ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ളത് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സെക്ഷൻ്റെ ഹെഡിങ് തന്നെ ദ എക്സിസ്റ്റൻസ് ഓഫ് GF p⁻n. അപ്പോൾ ആ ഓർഡർ p⁻n ഉള്ള ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് ഫീൽഡിനെയാണ് GF p⁻n എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സിസ്റ്റൻസ് ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. F എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഓഫ് പ്രൈം ക്യാരക്ടറിസ്റ്റിക് P ആണെന്ന് വിചാരിക്കുക. F is a field with prime characteristic. നമുക്കറിയാം ഫീൽഡിന് ഒന്നല്ലെങ്കിൽ പ്രൈം ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ സീറോ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. വിത്ത് ആൾജിബ്രൈക് ക്ലോഷർ, അതിൻ്റെ ആൾജിബ്രൈക് ക്ലോഷർ F ക്ലോഷർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x⁻p⁻n minus x has p⁻n. നേരത്തെ നമ്മൾ ഒരു തിയറം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? E എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട് വിച്ച് ഈസ് എ സബ് ഫീൽഡ് ഓഫ് F ക്ലോഷർ. അങ്ങനെയാണെങ്കിൽ ഈക്കകത്ത് p⁻n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഈ x⁻p⁻n മൈനസ് എക്സിന്റെ സീറോസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ x⁻p⁻n മൈനസ് എക്സ് എന്ന് പറയുന്ന ആ പോളിനോമിയലിന് ഡിസ്റ്റിങ്ക്ട് സീറോസ് ആണ് F ക്ലോഷറിലുള്ളത്. അതായത് റിപ്പീറ്റ് ചെയ്യുന്ന സീറോസ് ഇല്ല, ഡിസ്റ്റിങ്ക്ട് എല്ലാം p⁻n ഡിഫറെന്റ് സീറോസ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. Let F closure denote the algebraic closure of F, that is algebraically closed. അപ്പോൾ F closure നമുക്കറിയാം എന്താണ്? That is the algebraic closure of F that is algebraically closed. F closure algebraically closed ആവാനുള്ള if and only if condition എന്താ? അത് നേരത്തെ ഒരു തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Every non-constant polynomial in F closure X factors in F closure X into linear factors. അപ്പം ഒരു ഫീൽഡ് algebraically closed ആവണമെങ്കിൽ അതിലുള്ള പോളിനോമിയൽസിനെ നമുക്ക് അതിലുള്ള പോളിനോമിയൽസിനെ നമുക്ക് ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ഫീൽഡ് algebraically ക്ലോസ്ഡ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. ഇവിടെ x⁻p⁻n മൈനസ് എക്സ് ഫാക്ടേഴ്സ് ഓവർ F ക്ലോഷർ. അപ്പോൾ ഇവിടെ F ക്ലോഷർ algebraically ക്ലോസ്ഡ് ആണ്. x⁻p⁻n മൈനസ് എക്സ് അതിലുള്ള ഒരു പോളിനോമിയൽ ആണ്. അപ്പോൾ അതിനെ നമുക്ക് ലീനിയർ ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. സേ ഓഫ് ദ ഫോം x മൈനസ് ആൽഫ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ആൽഫ എന്ന് പറയുന്ന റൂട്ട് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് നൺ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഒക്കർ മോർ ദാൻ വൺസ് ഇൻ ദ ഫാക്ടറൈസേഷൻ. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ ആൽഫ എന്ന് പറയുന്നത് സീറോ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അല്ലെ എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്ന ഒറ്റ ഫാക്ടറേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. 0 is a 0 of x⁻p⁻n minus x of multiplicity 1. നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്ത് നോക്കി അറിയാം 0 എന്ന് പറയുന്ന x⁻p⁻n മൈനസ് എക്സിൻ്റെ ഒരു സീറോ ആണ്. കാരണം അവിടെ നമ്മൾ സീറോ കൊടുത്തു കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന x⁻p⁻n മൈനസ് എക്സിൽ സീറോ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ സീറോ കിട്ടും. അപ്പോൾ ഈ 0 is a 0 of this. ഇനി സപ്പോസ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ഈസ് എ 0 ഓഫ് x⁻p⁻n മൈനസ് എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ഫാക്ടർ കിട്ടി. ഒരു ഫാക്ടർ നമ്മളുടെ എക്സ് ആണ്. അടുത്ത നമുക്ക് x⁻p⁻n മൈനസ് 1 മൈനസ് 1 ഇതാണ് നോക്കാൻ പോകുന്നത്. ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എക്സ് ഇൻറ്റു ഈ ഫോമിൽ എഴുതിയതാണ് കേട്ടോ. ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഈസ് എ 0 ഓഫ് x⁻p⁻n മൈനസ് എക്സ് ആണെന്ന് വിചാരിക്കുക. ദെയർഫോർ ആൽഫ ഈസ് എ 0 ഓഫ് f ഓഫ് എക്സ് ഈക്വൽ ടു x⁻p⁻n മൈനസ് 1. അപ്പോൾ ഇനി അടുത്ത 0 ആൽഫ ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഓൾറെഡി ഒരു ഫാക്ടർ നമ്മൾ പുറത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആൽഫ ഏതിൻ്റെ 0 ആയിരിക്കും? ഈ പോളിനോമിയലിൻ്റെ, ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള പോളിനോമിയലിൻ്റെ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. എക്സ് മൈനസ് ആൽഫയെ നമ്മൾ x⁻p⁻n മൈനസ് 1 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുവാണ്. ആ ഫാക്ടറൈസ് ചെയ്യുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ മേളിൽ കിട്ടുന്ന പോളിനോമിയൽ അതിനെ x⁻p⁻n മൈനസ് 2 പ്ലസ് അത് ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആൽഫ x⁻p⁻n മൈനസ് 3 പ്ലസ് ആൽഫ സ്ക്വയർ x⁻p⁻n മൈനസ് 4 എക്സെട്ര ആൽഫ p⁻n മൈനസ് 3x പ്ലസ് ആൽഫ റേസ് ടു. അപ്പോൾ എങ്ങനെയാണ് പവേഴ്സ് വരുന്നത് നോക്കുക കേട്ടോ. ഇവിടെ ആൽഫയുടെ പവർ 0 ആണ്, p⁻n മൈനസ് 2.
ഇനി ഇവിടെ ആൽഫയുടെ പവർ. അപ്പോൾ ഈ ആൽഫയുടെ പവറും എക്സിൻ്റെ പവറും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് p raised to n minus 2 കിട്ടണം. അതുപോലെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ആൽഫ റേസ് ടു p raised to n മൈനസ്, ഇവിടെ എക്സിനായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇവിടെ ആൽഫ റേസ് ടു p raised to n minus 3 എക്സ്, ഇവിടെയും പവർ കൂട്ടുമ്പോൾ p raised to n minus 2, ലാസ്റ്റ് ആൽഫ റേസ് ടു p raised to n minus 2. ഇതാണ് നമ്മളുടെ g of x. ഏത് ഈ പറയുന്ന ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ പോളിനോമിയലിനെ നമ്മൾ എക്സ് മൈനസ് ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമാണ്. അപ്പം നമുക്ക് g of x എന്താണെന്നുള്ളത് കിട്ടിയായിരുന്നു. അപ്പോൾ ആ g of xൽ p raised to n minus 1 സമാൻസ് ഉണ്ട്. അപ്പോൾ ആ പോളിനോമിയലിൽ g of x, എക്സിന് പകരം നമ്മൾ ആൽഫ ഇട്ട് കൊടുത്തു. നമുക്കറിയാം അവിടെ ടോട്ടൽ ഡിഗ്രിയുടെ സം എന്ന് പറയുന്നത് p raised to n minus 2 ആണ്. എക്സിനെല്ലാം നമ്മൾ ആൽഫ കൊടുത്തു കഴിയുമ്പോൾ ആൽഫ റേസ് ടു p raised to n minus 2, ആൽഫ റേസ് ടു p raised to n minus 2, അങ്ങനെ എത്ര ടൈംസ് വരും? p raised to n minus 1 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു p raised to n minus 2 ഇൻറ്റു p raised to n minus 1 ആണ്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സീറോ ഓഫ് ഏത് പോളിനോമിയലാണ്? നമ്മൾ എക്സിനെ പുറത്തെടുത്തിട്ട് ഇതിനെ ഫാക്ടർ ചെയ്ത് എഴുതിയായിരുന്നല്ലോ, എക്സ് റേസ് ടു p raised to n minus 1 മൈനസ് 1 എന്ന്. ഈ പറയുന്ന പോളിനോമിയലിൻ്റെ സീറോ ആണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ റേസ് ടു p raised to n minus 1 ഈക്വൽ ടു എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതായത് ആൽഫ റേസ് ടു p raised to n minus 1 ഈക്വൽ ടു 1 ആണ്. അതാണ് ഈ റിസൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് ആൽഫ റേസ് ടു p raised to n minus 1 ആണ്, അതായത് ഈക്വൽ ടു 1. ബാക്കിയുള്ളത് p raised to n minus 1 ബൈ ആൽഫ ആണ്. p raised to n minus 1 ബൈ ആൽഫ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് 1 ബൈ ആൽഫ p raised to n minus 1 ബൈ ആൽഫ എന്ന് എഴുതാം. ഇനി ആൽഫ നമ്മുടെ എഫ് ക്ലോഷറിലുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന എഫ് ക്ലോഷറിലാണ്. 1 ബൈ ആൽഫയും എവിടെ ഉണ്ടാവും? 1 ബൈ ആൽഫയും എഫ് ക്ലോഷറിലുണ്ടാവും. എഫിൻ്റെ ഫീൽഡ് ക്യാരക്ടറിസ്റ്റിക് പി ആണ്. അപ്പോൾ എഫ് ക്ലോഷറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കും? പി ആയിരിക്കും. ആൻഡ് ഹെൻസ് ഇപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പി ആണെങ്കിൽ നമുക്കറിയാം പിയുടെ ഒരു മൾട്ടിപ്പിൾ ആണ് ഈ p raised to n അല്ലേ? അത്രയും ടൈംസ് 1 ബൈ ആൽഫയെ നമ്മൾ p raised to n ടൈംസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ 0 മൈനസ് 1 ബൈ ആൽഫ എന്ന് പറയും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ആൽഫ. അപ്പോൾ therefore g of ആൽഫ എന്തായിട്ട് കിട്ടി? g of ആൽഫ ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ വൺസ് ഇതിൻ്റെ റൂട്ടായി കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു നമ്മളത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോളിനോമിയലാണ് നമ്മളുടെ g of x. ഈ ഫോമിലാണ് നമ്മളുടെ ഒറിജിനൽ പോളിനോമിയൽ എക്സ് റേസ് ടു p raised to n മൈനസ് എക്സ് കിടക്കുന്നത്. അപ്പോൾ ഈ ആൽഫ ഇതിൻ്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ g of ആൽഫയുടെ 0 ആകില്ല. കാരണം എല്ലാ സീറോയും എക്സാക്ട്ലി വൺസ് ആണ് വരുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ആണെന്ന് കാണിക്കാനാണ് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുന്നത്? g of ആൽഫ ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ 0 ആവില്ല ആൽഫ, വേറെ ഏതെങ്കിലും ഒരു സീറോ എലമെൻ്റ് ആയിരിക്കും ഇതിൻ്റെ 0 ആയിട്ട് വരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആൽഫ ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 1 എന്നുള്ളത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. Next lemma, if f is a field of prime characteristic p, then alpha plus beta raised to p raised to n എന്ന് പറയുന്നത് equal to alpha raised to p raised to n plus beta raised to p raised to n for all alpha beta in f and for all positive integers n എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. എഫ് ഒരു ഫീൽഡാണ്, അതിന് ക്യാരക്ടറിസ്റ്റിക് പി ആണെങ്കിൽ ആ എഫിലെ 2 എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ റേസ് ടു പി റേസ് ടു എൻ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു എൻ ആണ് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഇൻഡക്ഷൻ വഴിയാണ് പ്രൂവ് ചെയ്യുന്നത്, ഓൺ ഇൻഡക്ഷൻ ഓൺ എൻ. അപ്പോൾ എന്നിന് 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു പി, പിക്ക് എന്താണെന്നുള്ളത് നോക്കാം. ബൈനോമിയൽ തിയറം വെച്ചുള്ള എക്സ്പാൻഷനാണ് ഇത് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ ആൽഫ റേസ് ടു പി പ്ലസ് പി ഇൻറ്റു 1 ആൽഫ റേസ് ടു പി റേസ് ടു പി മൈനസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് എക്സെട്ര ബീറ്റ റേസ് ടു പി വരെ. അപ്പോൾ ഇവിടെ എല്ലാം നോക്കിയറിയാം, ഇവിടെ ഒരു പിയുടെ മൾട്ടിപ്പിൾ ആണ് എല്ലായിടത്തും വരുന്നത് അല്ലേ? പി ഇൻറ്റു 1 ഇൻറ്റു ആൽഫ റേസ് ടു പി മൈനസ് 1. നമുക്കറിയാം ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പി ആണല്ലേ? അപ്പോൾ പി ഇൻറ്റു ആൽഫ, പിയുടെ ഏത് മൾട്ടിപ്പിൾ ഇൻറ്റു ആൽഫ എടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 0. അപ്പോൾ ആ പി ഇൻറ്റു 1 എന്നുള്ള ഫോമിൽ ഇവിടെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ പി ഇൻറ്റു 1 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ഒരു പി ഇൻറ്റു 1 വരും, ഇവിടെ പി ഇൻറ്റു 1 വരും. അപ്പോൾ ആ ഫീൽഡിൽ ഏത് എലമെൻ്റ് എടുത്തിട്ടും പി ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. അതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് പിയുടെ ടേംസ് ഇല്ലാത്ത, പിയുടെ മൾട്ടിപ്പിൾസ് ഇല്ലാത്തത് ഇവിടെയാണ്.
ആണ്. അപ്പോൾ ഈ ആൽഫ റേസ് ടു പിയും ബീറ്റ റേസ് ടു പിയും മാത്രം ബാക്കിയാവും, ബാക്കിയെല്ലാം 0 ആയി പോകും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു പി എന്തായിട്ട് കിട്ടി? ആൽഫ റേസ് ടു പി പ്ലസ് ബീറ്റ റേസ് ടു പി. ഇനി നമ്മൾ n-1 ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു n-1 ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു n-1 പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു n-1 ആണ്. ഇനി നമ്മൾ ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പോവാണ്, പി റേസ് ടു n. ഇതിനെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു n-1 ഹോൾ റേസ് ടു പി എന്ന് എഴുതാം അല്ലേ? കാരണം ഈ പവർ വരുമ്പോൾ ഇത് പി റേസ് ടു n-1 ഇൻറ്റു പി വരും. ഈ പി എന്ന് പറയുന്നത് ഈ -1 ആയിട്ട് ചേരുമ്പോൾ ബാക്കി എന്താ? പി റേസ് ടു n. അപ്പോൾ ഇത് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഇൻഡക്ഷൻ വഴി അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ പി റേസ് ടു n-1 പ്ലസ് ബീറ്റ റേസ് ടു n-1 റേസ് ടു പി. അപ്പോൾ ഓൾറെഡി നമ്മൾ പിക്ക് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു പി എന്ന് പറയുന്നത് ആൽഫ റേസ് ടു പി പ്ലസ് ബീറ്റ റേസ് ടു പി. അപ്പോൾ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ റേസ് ടു പി റേസ് ടു n-1 റേസ് ടു പി പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു n-1 പി എന്ന് കിട്ടും. അതായത് ഇവിടെ പി റേസ് ടു n-1 ഇൻറ്റു പി എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ആൽഫ റേസ് ടു പി റേസ് ടു n പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു n എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആ റിസൾട്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. നമ്മൾ അടുത്ത സെക്ഷനിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെയാണ് നമ്മൾ ആ ജി എഫ് പി റേസ് ടു n എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫീൽഡിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ജി എഫ് പി റേസ് ടു n. A finite field GFP raised to n of p raised to n elements exist for every prime power p raised to n. അപ്പോൾ p raised to n എന്ന് പറയുന്ന ഏത് പ്രൈം പവർ എടുത്തു കഴിഞ്ഞാലും ആ ഓർഡറിലുള്ള ഒരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. ആ ഫീൽഡിനെയാണ് ഇവിടെ GFP raised to n കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ആ ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഈ GFP raised to n ഇത് എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ആ ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Let ZP closure be an algebraic closure of ZP. നമുക്ക് ഓൾറെഡി അറിയാവുന്ന P ക്യാരക്ടറിസ്റ്റിക് ഉള്ളൊരു ഫീൽഡാണ് ZP. അതിൻ്റെ algebraic closure ആണ് ZP closure എന്ന് എഴുതാം. Let K subset of ZP closure consisting of all zeros of x raised to p raised to n minus x in ZP closure. നമ്മൾ എന്ത് അസ്യൂം ചെയ്തു? K എന്ന് പറയുന്നത് ഈസ് ഒരു ഫീൽഡാണ് വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ZP closure consisting of all. അങ്ങനെയുള്ള അതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? x raised to p raised to n minus x-ൻ്റെ എല്ലാ സീറോസും ഇൻ ZP closureനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫീൽഡാണ് K എന്നുള്ളത് വിചാരിക്കാം. Let alpha beta element of K. Alpha and beta element of K ആണെന്ന് വിചാരിക്കുക. lemma 33.9 shows that alpha plus beta എന്താണ്? is again an element of K. lemma 33.9 എന്തായിരുന്നു? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ലെമ്മ, അതായത് ഒരു ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ റേസ്ഡ് ആൽഫ പ്ലസ് ബീറ്റ raised to p raised to n എന്താന്നുള്ളത് പറഞ്ഞു. ആൽഫ raised to p raised to n പ്ലസ് ബീറ്റ raised to p raised to n എന്ന് പറഞ്ഞ ലെമ്മയാണ് 33.9. അപ്പോൾ ഇവിടെ ആൽഫയും ബീറ്റയും കെയിലുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ കെയിലുണ്ടെന്ന് നമ്മൾ പറയാൻ പോവാണ്. ആൽഫ ബീറ്റ എലമെന്റ് ഓഫ് കെ ഇംപ്ലൈസ് എന്താണ്? കെയിൽ ആരാ ഉള്ളത്? സീറോസ് ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പോൾ ആൽഫ ബീറ്റയും സീറോസ് ഓഫ് ദാറ്റ് പോളിനോമിയലാണ്. അപ്പോൾ ആൽഫ പി റേസ് ടു എൻ മൈനസ് ആൽഫ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ബീറ്റ പി റേസ് ടു എൻ മൈനസ് ബീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആൽഫ പ്ലസ് ബീറ്റ കെയ്ക്കകത്ത് ഉണ്ടാവണമെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഏതിൻ്റെ 0 ആവണം? ഈ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സിൻ്റെ 0 ആവണം. അപ്പോൾ അത് ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു p raised to n minus alpha plus beta എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു എൻ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എടുത്തു. ഇത് ലെമ്മ 33.9 വെച്ചിട്ട് ആൽഫ റേസ് ടു പി റേസ് ടു എൻ പ്ലസ് ബീറ്റ റേസ് ടു പി റേസ് ടു എൻ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ആണ്, which is equal to alpha raised to p raised to n minus alpha ഒരുമിച്ച് എഴുതി, ബീറ്റ raised to p raised to n minus ബീറ്റ ഒരുമിച്ച് എഴുതി. ആൽഫയും ബീറ്റയും ഓൾറെഡി ആരുടെ 0 ആണ്? എക്സ് raised to p raised to n minus എക്സിൻ്റെ 0 ആണ്. അതുകൊണ്ട് ഇത് ഈക്വൽ ടു 0, ഇത് ഈക്വൽ ടു 0 ആണ്. അപ്പം മൊത്തത്തിൽ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈസ് എ 0 ഓഫ് എക്സ് raised to p raised to n minus എക്സ്, വിച്ച് ഇംപ്ലൈസ് ആൽഫ പ്ലസ് ബീറ്റ എലമെന്റ് ഓഫ് കെ. അപ്പം നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. ആൽഫ ബീറ്റ എലമെന്റ് ഓഫ് കെ ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഓൾസോ ആൻ element of K. ഇനി ആൽഫ ബീറ്റ റേസ് ടു, അതായത് ഇതൊരു ഫീൽഡാണെന്ന് കാണും. ഈ കെ ഒരു ഫീൽഡ്, അതായത് ഈ സീറോസ് ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്
ആ സീറോസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ സെറ്റ്, അതായത് k ഈക്വൽ ടു zeros of x raised to p raised to n minus x ആണെങ്കിൽ അതൊരു ഫീൽഡ് ആകുമെന്ന് കാണിക്കാനാണ്. അപ്പോൾ സം ഉണ്ടെന്ന് കാണിച്ചു, ഇനി പ്രോഡക്റ്റ് ഉണ്ടെന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ ആൽഫ ബീറ്റ 0 of x raised to p raised to n minus x ആണെന്ന് കാണിക്കാൻ ആൽഫ ബീറ്റ raised to p raised to n മൈനസ് ആൽഫ ബീറ്റ എന്ത് കിട്ടണം, നമുക്ക് 0 കിട്ടണം, അല്ലെ ആൽഫ ബീറ്റ raised to p raised to n ഈക്വൽ ടു ആൽഫ ബീറ്റ എന്ന് കിട്ടണം. ഇനി ആൽഫ ബീറ്റ raised to p raised to n നെ നമുക്ക് എങ്ങനെ എഴുതാം, ആൽഫ raised to p raised to n into ബീറ്റ raised to p raised to n എന്ന് കിട്ടും, which is equal to നമുക്കറിയാം ആൽഫ raised to p raised to n എന്താണ്, ഈക്വൽ ടു ആൽഫ ആണ്, ബീറ്റ raised to p raised to n ഈക്വൽ ടു ബീറ്റ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൽഫ ബീറ്റ raised to p raised to n മൈനസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും, which is implies ആൽഫ ബീറ്റ എലമെന്റ് ഓഫ് k. ഇനി നമുക്ക് നെക്സ്റ്റ് കാണിക്കേണ്ടത് ആൽഫ റേസ് ടു പി റേസ് ടു എൻ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ മൈനസ് ആൽഫ എന്ന് പറയുന്നത് മൈനസ് ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 1 റേസ് ടു പി റേസ് ടു എൻ ഇൻറ്റു ആൽഫ റേസ് ടു പി റേസ് ടു എൻ ആണ്. ആൽഫ റേസ് ടു പി റേസ് ടു എൻ ഈക്വൽ ടു ആൽഫ ആണ്, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1 റേസ് ടു പി റേസ് ടു എൻ ഇൻറ്റു ആൽഫ. If p is an odd prime, minus 1 raised to p raised to n equal to എന്താണ്, minus 1 കിട്ടും. p equal to 2 ആണെങ്കിൽ മാത്രം minus 1 raised to p raised to n 1 ആവും. അപ്പോൾ ഈ minus 1 alpha raised to p raised to n equal to minus alpha ആണ് if p is odd prime, minus alpha raised to p raised to n equal to alpha ആണ് if p is even. In both cases എന്താണ്, minus alpha is an element of k. Okay, അപ്പോൾ minus alpha യും k യിലെ എലമെന്റ് ആണെന്നുള്ളത് കാണിച്ചിരിക്കുകയാണ് നമ്മളിവിടെ. ഇനി അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഉണ്ട്, ആൽഫ ബീറ്റ ഉണ്ട്, മൈനസ് ആൽഫ ഉണ്ട്. ഇനി 0യും 1ഉം എന്താണ്, ഓൾറെഡി ഇതിന്റെ സീറോസ് ആണ്. അപ്പോൾ അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. ഇനി 1 ആൽഫയും ഉണ്ടെന്ന് കാണിക്കണം. ഫോർ ആൽഫ നോട്ട് ഈക്വൽ ടു 0 നമുക്ക് എന്ത് കാണിക്കണം, 1 ആൽഫ റേസ് ടു പി റേസ് ടു എൻ ഈക്വൽ ടു 1 ആൽഫ എന്ന് കാണിക്കണം. അതാണ് ഇത് ഇവിടെ ആൽഫ റേസ് ടു പി റേസ് ടു എൻ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ നമ്മൾ ഒരു ആൽഫ റേസ് ടു പി റേസ് ടു എൻ അതിനെ ആൽഫയ്ക്ക് പകരം 1 ആൽഫ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1 ആൽഫ റേസ് ടു പി റേസ് ടു എൻ ഈക്വൽ ടു 1 ആൽഫ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇവിടെ റെസിപ്രോക്കലും ഉണ്ട്, ആൽഫ റേസ് ടു പി റേസ് ടു എൻ ഈക്വൽ ടു ആൽഫ ആണ്, 1 ആൽഫ റേസ് ടു പി റേസ് ടു എൻ ഈക്വൽ ടു 1 ആൽഫ ആണ്. അപ്പോൾ ആ 1 ആൽഫ റേസ് ടു പി റേസ് ടു എന്നിനെയാണ് നമ്മൾ 1 ആൽഫ ഹോൾ റേസ് ടു പി റേസ് ടു എന്ന് എഴുതിയത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 1 ആൽഫയും k എലമെന്റ് ഓഫ് k ആണ് കേട്ടോ. അപ്പൊ ഇതിൽ നിന്നല്ല നമുക്ക് എന്ത് പറയാൻ പറ്റി, k is a subfield of ZP closure containing ZP. Since all elements of ZP satisfy, ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ZPയിലെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ആൽഫ റേസ് ടു പി റേസ് ടു എൻ എന്താന്ന് കിട്ടും, ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും. Therefore 33.8 showed that x raised to p raised to n minus x has എന്താണ്, അപ്പൊ ഈ പോളിനോമിയലിന് ഡിസ്റ്റിങ്ക്ട് സീറോസ് ആണ് ഉള്ളതെന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഈ k എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സീറോസ് ഓഫ് നമ്മളുടെ പോളിനോമിയൽ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് ആണെന്ന് നമ്മൾ എടുത്തു. ഈ സീറോസിന്റെ സെറ്റ് എന്താകും, ഒരു സബ് ഫീൽഡ് ആകും എന്ന് പ്രൂവ് ചെയ്തു. ഇനി സീറോസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. സീറോസ് ഡിസ്റ്റിങ്ക്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ കെയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, പി റേസ് ടു എൻ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ കാർഡിനാലിറ്റി പി റേസ് ടു എൻ ഉള്ള ഒരു ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ജി ഓഫ് പി റേസ് ടു എൻ. അത് കൺസ്ട്രക്ട് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, സെറ്റ് ഓഫ് സീറോസ് ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് ആണ് ആ കാർഡിനാലിറ്റി പി റേസ് ടു എന്നിലുള്ള ഫീൽഡിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്ഷൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് corollary, f ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ്. then for every positive integer n there is an irreducible polynomial in fx of degree n. അപ്പോൾ നമ്മളുടെ f എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ് then for every positive integer n there is an irreducible polynomial in fx of degree n. നമുക്ക് കാണിക്കേണ്ടത് f ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ ഏത് n എടുത്തു കഴിഞ്ഞാലും n ഡിഗ്രി വരുന്ന ഒരു irreducible polynomial fx ഉണ്ട് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, f ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ് തന്നിട്ടുണ്ട്. therefore f has a subfield isomorphic to zp. ഫൈനൈറ്റ് ഫീൽഡ് ആയതുകൊണ്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രൈം ആയിരിക്കും, p ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ zp യോട് ഐസോമോർഫിക് ആയിട്ടുള്ള ഒരു സബ് ഫീൽഡ് ഉണ്ടാവും. hence f has
p raised to n elements by അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു ഫീൽഡിന് എങ്ങനെയുള്ള എലമെന്റ്സ് ഉണ്ടാവും p raised to say ഒരു by corollary നമുക്ക് പറയാം എന്താണ് p raised to r elements ഇവിടെ n ഉപയോഗിക്കണ്ട കാരണം ഓൾറെഡി ഇവിടെ നമുക്കൊരു n തന്നിട്ടുള്ളതുകൊണ്ട് സേ ആ ഫീൽഡിൽ എത്ര എലമെന്റ്സ് ഉണ്ട് cardinality of f എന്ന് പറയുന്നത് ഈക്വൽ ടു സം p raised to r ആണ് ഇനി f has an algebraic closure അപ്പോൾ ഏതൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം അതിനൊരു algebraic closure ഉണ്ട് സേ ദാറ്റ് ഈസ് algebraically closed അതിനെയാണ് നമ്മൾ f closure എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഇനി കുറച്ച് മുന്നേ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ തിയറം അനുസരിച്ച് എന്താണ് ആ algebraic closureന്റെ അകത്ത് എന്തുണ്ടാവും ഒരു ഫീൽഡ് ഉണ്ടാവും k which consists of zeros of x raised to p raised to n minus x ആ x raised to p raised to n minus x നെ അതിന്റെ സീറോസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ് ഫീൽഡ് ഈ f ക്ലോഷറിന്റെ അകത്ത് ഉണ്ടാവും ഇവിടെ നമ്മൾ x raised to p raised to n എന്നാണ് എടുത്തിരിക്കുന്നത് കാരണം ഇവിടെ എടുത്തിരിക്കുന്ന ഫീൽഡ് f ൽ എത്രയാണ് p raised to r എലമെന്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞേ അപ്പോൾ x raised to p raised to r raised to n minus x ഈ പോളിനോമിയലിന്റെ സീറോസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും ആൻഡ് ആ x raised to p raised to r എന്ന് പറയുന്നത് എന്താണ് x raised to p raised to rn minus x ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണിത് ആൻഡ് വി ഷോ ദാറ്റ് ദിസ് f is contained in k നമ്മളുടെ ഫീൽഡ് f is contained in k ആണ് every element of f is a zero of x raised to p raised to r minus x by theorem 33.3 കാരണം എന്താണ് ഏത് എലമെന്റ് അപ്പോൾ നമ്മുടെ ഫീൽഡ് ഈ തന്നിരിക്കുന്ന ഫൈനൈറ്റ് ഫീൽഡ് f ഏതിൻ്റെ ഉള്ളിലുണ്ട് ഈ കെയുടെ ഉള്ളിലുണ്ട് എന്ന് കാണിക്കുകയാണ് അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതിലെ ഈ എഫിലെ ഓരോ എലമെന്റും ഈ പോളിനോമിയലിന്റെ സീറോ ആണെന്ന് കാണിച്ചാൽ മതി അപ്പോൾ p raised to rs എന്ന് പറയുന്നതിനെ നമുക്ക് p raised to r into p raised to rs minus r എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഇത് p raised to r into ഇവിടെ ഒരു r കോമൺ എടുത്തു കഴിഞ്ഞാൽ p raised to r into p raised to rs minus 1 അപ്പോൾ നമ്മൾ p raised to r നെ നമ്മൾ p raised to r നെ നേരത്തെ p raised to r into p raised to r n minus 1 എന്ന് എഴുതി ഇനി ആൽഫ എലമെന്റ് ഓഫ് എഫ് ആണ് കാർഡിനാലിറ്റി ഓഫ് എഫ് എന്താണ് പറഞ്ഞിരിക്കുന്നത് p raised to r ആണ് പറഞ്ഞിരിക്കുന്നത് എഫ് ഒരു ഫീൽഡ് ആണ് അല്ലേ അപ്പോൾ ആ ഫീൽഡിൽ നിന്ന് സീറോ എലമെന്റ് കളഞ്ഞിട്ടുള്ള ബാക്കി ഗ്രൂപ്പ് എഫ് സ്റ്റാർ എന്താവും ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഫ് സ്റ്റാറിന്റെ കാർഡിനാലിറ്റി എത്രയാ p raised to r minus 1 ആണ് p raised to r minus 1 അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും ആ ഏത് എലമെന്റ് ആൽഫ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ആൽഫ raised to p raised to r minus 1 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിരിക്കും അല്ലേ കാരണം സൈക്ലിക് ഗ്രൂപ്പാണ് അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ഓർഡർ ഒരു എലമെന്റിനെ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 1 കിട്ടും അതായത് ഇവിടെ ആൽഫ raised to p raised to r ആൽഫ raised to minus 1 ഈക്വൽ ടു ആൽഫ sorry 1 equal to 1 this implies എന്താണ് ആൽഫ raised to p raised to r equal to ആൽഫ ഒരു ആൽഫ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൽഫ raised to p raised to r equal to ആൽഫ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി ആൽഫ raised to p raised to r എന്നിനെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ആൽഫ raised to p raised to r n ഈ ആൽഫ raised to p raised to r n എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ p raised to r n ന് ഒരു ഫോം എഴുതിയല്ലോ അത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാണ് alpha raised to p raised to r p raised to r into n minus 1 ഈ alpha raised to p raised to r എന്താണ് alpha raised to p raised to r എന്ന് പറയുന്ന ആൽഫയാണ് അപ്പോൾ this is equal to alpha raised to p raised to അല്ലേ ഇതിനെ ഹോൾ ആക്കാം അല്ലേ ഈ ഇത് ജസ്റ്റ് ഓൾജിബ്രൈക് കാര്യങ്ങളേ ഉള്ളൂ ആൽഫ raised to p raised to r raised to p raised to r n minus 1 പോലെ ആൽഫ raised to p raised to r ആൽഫയാണ് അപ്പോൾ ഇത് ആൽഫ raised to p raised to r n minus 1 വന്നു ഇനി അഗെയിൻ ഇതിനെ എന്ത് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തു ആൽഫ raised to p raised to r ആൽഫ raised to p raised to r into p raised to r into n minus 2 എന്ന് കൊണ്ടുവന്നു നേരത്തെ n minus 1 എഴുതിയ പോലെ ഇവിടെ ആൽഫ p raised to r p raised to r ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കിട്ടുക ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഇവിടെ എത്തുകയാണ് ഫൈനലി നമ്മൾ എവിടെ എത്തും ആൽഫ raised to p raised to r into n minus 1 വരെ എത്തുകയാണ്
ഓക്കെ, ആ n മൈനസ് വൺ എന്ന് പറയുമ്പോൾ n മൈനസ് n അത് 0 ആയി പോകും, പിന്നെ ഒരു +1 ആണ്. അതായത് ആൽഫ റേസ് ടു പി റേസ് ടു ആറിൽ നമ്മൾ ഫൈനലായിട്ട് എത്തും. ആൽഫ റേസ് ടു പി റേസ് ടു ആർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ആൽഫ. അപ്പം നമ്മൾ എവിടെ തുടങ്ങി? ആൽഫ റേസ് ടു പി റേസ് ടു ആർ എന്നീ തുടങ്ങി ആൽഫയിൽ എത്തി. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിലിരിക്കുക. ആൽഫ റേസ് ടു പി റേസ് ടു ആർ p raised to rn, alpha raised to p raised to rn എന്ന് പറയുന്നത് ഈക്വൽ ടു ആൽഫ എന്നുള്ളത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി അപ്പോൾ ഈ ആൽഫ എവിടുന്നാണ് നമ്മൾ എടുത്തിരുന്നത്? കെയിന്നാണ് എടുത്തത്, സോറി എഫിൽ നിന്നാണ് എടുത്തത് അല്ലേ? ആൽഫ നമ്മൾ എഫിലെ എലമെൻ്റ് ആയിട്ടാണ് എടുത്തത്. ഇതിൻ്റെ അർത്ഥം എന്താ? ദിസ് ആൽഫ ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ എക്സ് റേസ് ടു പി റേസ് ടു ആർ എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന ആ പോളിനോമിയലിൻ്റെ സീറോ ആണ് ആൽഫ എന്ന് നമുക്ക് കിട്ടിയത്. അങ്ങനെയുള്ള സീറോസ് എല്ലാവരും എവിടെയാണ് വരുന്നത്? കെയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഫ് കണ്ടെയ്ൻഡ് ഇൻ കെ ആണ് കിട്ടി. അപ്പോൾ ദെയർഫോർ കെ ഈസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ്. ഓക്കെ, അപ്പോൾ എഫ് ഒരു സബ് ഫീൽഡ് ഓഫ് കെ ആണ്. കെ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ്. കെയ്ക്കകത്ത് എത്ര എലമെന്റ് ഉണ്ട്? പി റേസ് ടു ആർ റേസ് ടു എൻ എലമെന്റ്സ് ഉണ്ട്. എഫിൻ്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? പി റേസ് ടു ആർ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ കെ ഇൻഡെക്സ് എഫ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ പഠിച്ച തിയറം അനുസരിച്ചിട്ട് കെ ഒരു വെക്ടർ സ്പേസ് ഓവർ എഫ്, രണ്ട് ഫൈനൈറ്റ് ആണെങ്കിൽ കെയ്ക്ക് പി റേസ് ടു ആർ എൻ എലമെന്റ്സും എഫിന് പി റേസ് ടു ആർ എലമെന്റ്സും ഉണ്ട്. കെ ഇൻഡെക്സ് എഫ് എത്രയാണ്? കെ ഇൻഡെക്സ് എഫ് എൻ ആയിരിക്കും. നമുക്കറിയാം അതിൻ്റെ അർത്ഥം കെ എന്താണ്? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്. എല്ലാ ഫൈനൈറ്റ് എക്സ്റ്റൻഷനും എന്താണ്? സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ്. അതായത് കെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അതായത് കെ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആവണമെങ്കിൽ കെ ക്യാൻ ബി റിട്ടൺ ആസ് സം എഫ് ഓഫ് ബീറ്റ. ദെയർഫോർ ഇറഡ്യൂസിബിൾ ബീറ്റ എഫ്. അപ്പോൾ ഈ ബീറ്റയുടെ കറസ്പോണ്ടിങ് ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്താവണം? എൻ ആയേ പറ്റുള്ളൂ. അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇറഡ്യൂസിബിൾ ബീറ്റ എഫ് എൻ ആയി. അപ്പം നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ഒരു ഇൻറ്റിജർ എൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇൻറ്റിജർ n പവർ വരുന്ന പോലെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരുന്നു. അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് തിയറം എന്താണെന്ന് നോക്കാം. Let P be a prime and n element of Z plus എന്ന് പറയുന്ന set of positive integers. If E and E dash are fields of order P raised to m. അപ്പോൾ ഇക്കും ഇ ഡാഷിൻ്റെ അർത്ഥം എത്രയാണ്? സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്, ഫൈനൈറ്റ് ഫീൽഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് ഫൈനൈറ്റ് ഫീൽഡ്സ് ഓഫ് സെയിം കാർഡിനാലിറ്റി എടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടും എപ്പോഴും എന്തായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ഫീൽഡ് ആണെങ്കിൽ ആ ഫൈനൈറ്റ് ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പി ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ എപ്പോഴും പി റേസ് ടു എൻ ഫോമിലായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ രണ്ട് ഫീൽഡ്സ് ഉണ്ട്, ഇയും ഇ ഡാഷും. രണ്ടിനും സെയിം കാർഡിനാലിറ്റിയാണ്. രണ്ടിനും സെയിം കാർഡിനാലിറ്റി ആണെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തു കാർഡിനാലിറ്റി ഈക്വൽ ടു കാർഡിനാലിറ്റി ഇ ഡാഷ് ഈക്വൽ ടു പി റേസ് ടു എൻ. നമുക്കറിയാം ഇതിൽ നിന്ന് 0 എലമെന്റ് എടുത്തു കളഞ്ഞാൽ ഈ സ്റ്റാറും ഇ ഡാഷ് സ്റ്റാറും കിട്ടും. അവരുടെ കാർഡിനാലിറ്റി പി റേസ് ടു എൻ മൈനസ് 1 ആണ്. ഈ രണ്ട് ഫീൽഡും ഈ സ്റ്റാറും ഇ ഡാഷ് സ്റ്റാറും ഈ 0 എടുത്ത് കഴിഞ്ഞിട്ടുള്ള എലമെന്റ്സ് ഉള്ളത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഫോം ചെയ്യും. ആ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ഗ്രൂപ്പാന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. ഇനി ഇവിടെ അപ്പോൾ ഇതൊരു സൈക്ലിക് ഗ്രൂപ്പാണ്, ഹെൻസ് അതെന്താണ്? അബീലിയൻ ആണ്. ഇനി അബീലിയൻ ഗ്രൂപ്പിന്റെ ഒരു പ്രോപ്പർട്ടി നമുക്കറിയാം, അതിനൊരു ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന, അത് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ അബീലിയൻ ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണ്? പി റേസ് ടു എൻ മൈനസ് 1. ഇതിനെ ആര് ഡിവൈഡ് ചെയ്യും? പി മൈനസ് 1 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ചെയ്താൽ ആ ഓർഡറിലുള്ള സബ് ഗ്രൂപ്പുകൾ അബീലിയൻ ഗ്രൂപ്പ്സിനാണ്. അബീലിയൻ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പി മൈനസ് 1 ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഈ രണ്ട് പേർക്കും, ഇ സ്റ്റാറിനും ഇ ഡാഷ് സ്റ്റാറിനും പി മൈനസ് 1 ഓർഡർ ഉള്ള ഒരു സബ് ഗ്രൂപ്പ് ഉറപ്പായിട്ടുമുണ്ട്. ഇനി ആ സബ് ഗ്രൂപ്പിന്റെ പോസിബിലിറ്റി ഏതാണ്? നമ്മുടെ ഇസഡ് പി അല്ലേ? ഇസഡ് പി എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ ഇസഡ് പി എന്ന് പറയുന്ന, കാരണം പി റേസ് ടു എൻ ഓർഡർ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഇസഡ് പി പ്രൈം ക്യാരക്ടറിസ്റ്റിക് പി ആയിരിക്കും അതിന്. അപ്പോൾ ഇസഡ് പി അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ പി മൈനസ് 1 ഓർഡർ ഉള്ള കറസ്പോണ്ടിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാ? ഇസഡ് പി സ്റ്റാർ. അതായത് ഇസഡ് പിയിൽ പി എലമെന്റ്സ് ഉണ്ട്. ഇസഡ് പി സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 0 കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇസഡ് പി സ്റ്റാർ എവിടെയുണ്ട്? ഈ സ്റ്റാറിലും ഉണ്ട്, ഇ ഡാഷ് സ്റ്റാറിലും ഉണ്ട്. ഹെൻസ് ഇസഡ് പി ഇസ് എ സബ് ഫീൽഡ് ഓഫ് ബോത്ത് ഇ ആൻഡ് ഇ ഡാഷ്. ഇസഡ് പി എന്ന് പറയുന്നത് നമ്മുടെ ഇയുടെയും ഇ ഡാഷിന്റെയും രണ്ടിന്റെയും സബ് ഫീൽഡാണ്. ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഇസഡ് പിയിൽ ഫൈനൈറ്റ് എലമെന്റ്സ് പി യേ ഉള്ളൂ. ആൻഡ് ഈ ഇൻഡെക്സ് ഇസഡ് പി എന്താണ്? ഈ ഇൻഡെക്സ് ഇസഡ് പി അതുപോലെ ഇ ഡാഷ് ഇൻഡെക്സ് ഇസഡ് പി രണ്ടും ഈക്വൽ ടു എന്തായിരിക്കും? ഈക്വൽ ടു എൻ ആയിരിക്കും. നമ്മൾ ആ
ഈ മൊഡ്യൂളിന്റെ ബിഗിനിങ്ങിൽ ആദ്യം പഠിച്ച തിയറം വെച്ചിട്ടാണ് ഇതെല്ലാം. കാരണം ഇയിൽ p raised to n എലമെന്റ്സ് ഉണ്ട്, ZP യിൽ p എലമെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഇൻഡെക്സ് അല്ലെ ഡിഗ്രി എന്ന് പറയുന്നത് ഈക്വൽ ടു n ആയിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണ്, അതുകൊണ്ട് ഹെൻസ് ദാറ്റ് ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ്. സിമ്പിൾ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് there exists ഒരു ആൽഫ എലമെന്റ് ഓഫ് ZP, ആൽഫ എലമെന്റ് ഓഫ് ZP ആണ് കേട്ടോ. ആൽഫ എലമെന്റ് ഓഫ് ZP such that എന്താണ് ZP ആൽഫ എന്ന് പറയുന്നത് ഈക്വൽ ടു E ആയിട്ട്, ഇയും E ഡാഷും രണ്ടും സിമ്പിൾ എക്സ്റ്റൻഷൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇയുടെ കാര്യങ്ങൾ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ZP ആൽഫ എന്ന് പറയുന്നത് ഈക്വൽ ടു E ആണ്, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് ആൽഫ ആൻഡ് ZP. ഇതുപോലെ തന്നെ നമുക്ക് E ഡാഷനും പറയാം കേട്ടോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കിട്ടും. കാരണം ZP ആൽഫ ആണ് E ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ fx ഉണ്ടാവും, which is equal to IRR alpha ZP, and degree of alpha ZP എന്തായിരിക്കും? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഡിഗ്രി n ആയിരിക്കും. ഞാൻ ഇവിടെ ഒരു മാപ്പിംഗ് കൺസിഡർ ചെയ്യാണ്. ഫൈ ആൽഫ നമ്മുടെ ഇവാലുവേഷൻ ഹോമോമോർഫിസം ഫ്രം ZPX to E. ആൽഫ എന്താണ്? ആൾജിബ്രൈക് ഓവർ ZP ആണ്. Since alpha is a root of x raised to p raised to n minus x അല്ലേ? കാരണം ആൽഫ ഏതിൻ്റെ റൂട്ടാണ്? ആൽഫയുടെ ഓർഡർ, ആൽഫ ഈ ഇതിലെ എലമെന്റ് ആണ്, ഇയിലെ എലമെന്റ് ആണ് അല്ലേ? ഇയിലെ ഓർഡർ E സ്റ്റാറിലെ എലമെന്റ് ആണ്. ഇതിന്റെ ഓർഡർ ആൽഫ റേസ് ടു p raised to n minus 1 ഈക്വൽ ടു 1 കിട്ടും അല്ലേ? അപ്പോൾ ആൽഫ റേസ് ടു p raised to n ഈക്വൽ ടു ആൽഫ കിട്ടും. ഹെൻസ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് x raised to p raised to n minus x. ഇതിന്റെ കേർണൽ ഫൈ എന്താണ്? നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ച തിയറം അനുസരിച്ച് കേർണൽ ഫൈ ആൽഫ എന്ന് പറയുന്ന ഈ കറസ്പോണ്ടിങ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആൽഫ ZP ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ ആണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഐഡിയൽ ജനറേറ്റഡ് ബൈ, ഇതാണ് നമ്മൾ f of x ആയിട്ട് ഡിനോട്ട് ചെയ്തത്. ദിസ് ഈസ് ഈക്വൽ ടു fx. ഇനി ZPX ബാർ ഐഡിയൽ ജനറേറ്റഡ് ബൈ fx എന്താണ്? അതൊരു ഫീൽഡ് ആണെന്ന് പറഞ്ഞു. ആൽഫ ഓൾജിബ്രൈക്ക് ആണെങ്കിൽ ട്രാൻസെൻഡന്റൽ ആണെങ്കിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ZPX ബാർ fx ഇസ് എ ഫീൽഡ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഐസോമോർഫിക് ടു ആരാണ്? ZP ആൽഫ ഈക്വൽ ടു E ആണ്. ഈ കേർണൽ ഫൈ ആൽഫ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ HX ഇൻ ZPX ആണ്, സച്ച് ദാറ്റ് H ആൽഫ ഈക്വൽ ടു 0 ആവുന്നത് ഏതൊക്കെ പോളിനോമിയൽസ് ആണ് അവരെല്ലാം കേർണൽ ഫൈ ആൽഫയിൽ വരും. ഈ x raised to p raised to n minus x എവിടെ ഉണ്ടാവും? കേർണൽ ഫൈ ആൽഫയിലുണ്ട്. കാരണം എന്താണ്? ഇതിന് ആൽഫ കൊടുത്തു കഴിയുമ്പം ഇത് 0 ആവും. ഇനി this means that x raised to p raised to n minus x is an element of the ideal generated by fx. കാരണം എന്താണ്? കേർണൽ ഫൈ ആൽഫ എന്ന് പറയുന്നത് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ fx ആണ്. therefore x raised to p raised to n minus x element of fx ആണ്. this implies fx is a factor of എന്താണ്? x raised to p raised to n minus x. ഇതിന്റെ ഫാക്ടർ ആണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. therefore E contains zeros of x raised to p raised to n minus x and hence zeros of f of x. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഈക്കകത്ത് ആരുണ്ട്? E contains zeros of, കാരണം ഈ കേർണൽ ഫൈ ആൽഫ ZPX ബാർ fx എന്ന് പറയുന്ന ഈസ് ഐസോമോർഫിക് ടു E ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈക്കകത്ത് ആരൊക്കെയുണ്ട്? സീറോസ് ഓഫ് x raised to p raised to n minus x ഉണ്ട്, അതുപോലെ തന്നെ സീറോസ് ഓഫ് f of x ഉണ്ട്. ഓൾസോ E ഡാഷ് ൻ്റെ അകത്ത് ഓൾറെഡി ആരുണ്ട്? ഇനി സീറോസ് ഓഫ് x raised to p raised to n minus x ഉണ്ട്, ആൻഡ് ഹെൻസ് സീറോസ് ഓഫ് f of x ഉണ്ട്. സിൻസ് കാർഡിനാലിറ്റി E ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു p raised to n. കാരണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ E ഡാഷിൽ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ? x raised to p raised to n minus x സാറ്റിസ്ഫൈ. അപ്പോൾ ഇതിന്റെ അകത്തെ സീറോസ് ഉണ്ട്. ഈ x raised to p raised to n minus x എന്താണെന്ന് പറഞ്ഞ ഈസ് എന്താണ്? f of x ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ f of x ന്റെ സീറോസും ഉണ്ട്, അതുപോലെ x raised to p raised to n minus x ന്റെ സീറോസും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? cardinality E dash equal to P raised to n ആയതുകൊണ്ട് നമ്മുടെ E dash is isomorphic to ZPX bar f of x. ZPX bar f of x എന്തായിരുന്നു? നമ്മളുടെ E ആയിരുന്നു. So therefore E dash and E are isomorphic.